ഡേ 9 അങ്ങനെ ഡേ എത്തി. ഡേ 8 ഇത്തിരി പെയിൻഫുള്ളായിരുന്നു, അതിനെ കുറിച്ച് പിന്നെ ഇടാം. ഡേ 9 സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം പോയത് പുത്തൻപള്ളിയിലാണ്. അവിടുത്തെ ഈ പള്ളീനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അൾത്താരയും ബാക്കി സ്റ്റാച്യൂസൊക്കെ വളരെ ഒരു നല്ല അരൂപി നിറഞ്ഞൊരു പള്ളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് 12 അപ്പോസ്റ്റേഴ്സിനെ അവിടെ വെച്ചിട്ടുള്ള ഒരു അൾട്ടർ കാണുന്നത്. അങ്ങനെ ഇത്തിരി നേരം പ്രാർത്ഥിച്ച് വ്യാകുല മാതാവിൻ്റെ അടുത്ത് നേർച്ചയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി വെള്ളയപ്പങ്ങാടിയിലേക്ക്. അയ്യോ എന്ത് രസമായിരുന്നു. ചേച്ചിമാരവിടെ വെള്ളയപ്പം ഉണ്ടാക്കണ കാണാനും അവിടെ നിന്ന് സാധനങ്ങളും വാങ്ങാനും ഒക്കെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഫുഡ് പറഞ്ഞ് അടിച്ച എല്ലാവരും വന്നോ. ഇപ്പൊ സിനിമ അടക്കം വന്നില്ലേ? എപ്പോ തുടങ്ങും? രാവിലെ 4 മണി. അയ്യോ അത്രയും നേരത്തെ എഴുന്നേറ്റ് വരും അല്ലേ? ഓർഡർ ചെയ്തൊക്കെ കൊടുക്കണേ. നമ്മളെ പൊന്നാക്കും പൈസ വാങ്ങിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അല്ലേ? ആ ടൈമില് അവര് വേളാങ്കണ്ണി ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങള് അടിപൊളി. എത്ര എണ്ണത്തിൽ ഒരേ സമയത്ത് ഉണ്ടാക്കണത്? എടുക്കണ്. ആ 2 ചേച്ചിമാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ തന്നെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, കിങ്സ് പൊറോട്ട. അവിടെയും വെള്ളയപ്പം ഉണ്ട്, പൊറോട്ടയുണ്ട്. അവിടെ ലൈവായി പൊറോട്ട ഉണ്ടാക്കണ കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇത്തിരി വെള്ളയപ്പവും മുട്ടക്കറിയൊക്കെ വാങ്ങി വീട്ടിലെത്തി. അയ്യോ രാവിലെ തന്നെ ഈ നല്ല വെള്ളയപ്പവും അതിൽ ഇത്രയും ഗ്രേവിയുള്ള നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഈ മുട്ടക്കറിയും കഴിക്കാൻ അതിൻ്റെ ഒപ്പം അമ്മ ഉണ്ടാക്കി തരുന്ന ചായയും അയ്യോ അതൊരു ഫീൽ തന്നെയാണ്. ഇതൊക്കെ ഞാൻ ഒത്തിരി മിസ് ചെയ്യും എന്തായാലും. കാരണം വെള്ളയപ്പം ഇങ്ങനെ ഉണ്ടാക്കാനും അറിയില്ല, ചായ ഉണ്ടാക്കിയതുപോലെ ആവില്ല. എന്തായാലും ഒരു വെള്ളയപ്പച്ചട്ടിയൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ തിരിച്ചു പോണത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ആഫ്റ്റർനൂണിൽ പുലിമുട്ടിൽ പോയി. അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സ് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് നമ്മുടെ കേരള എക്സ്പീരിയൻസ് അല്ലേ, ഒരു നൊസ്റ്റു. പണ്ട് പോയ സ്ഥലങ്ങളിലേക്കൊക്കെ വീണ്ടും പോവാം, അത്ര ഉദ്ദേശിച്ചുള്ള. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കണതിൻ്റെ ശബ്ദമൊക്കെ ഫുള്ളും കേൾക്കായിരുന്നു കേട്ടോ. അങ്ങനെ പുലിമുട്ടിലെത്തി ഇത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന തെങ്ങുമ്പോൾ കുറേ കരിക്ക്. വായയിൽ വെള്ളം മൂറി സഹനശേഷി ഒട്ടുമില്ലാത്ത കാരണം സ്വിഗ്ഗി എടുത്തു ഒരു കരിക്കിന് ഓർഡർ ചെയ്തു. അങ്ങനെ കരിക്കും കുടിച്ച് ഈ ദിവസം ഇവിടെ അവസാനിപ്പിച്ചു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം.